ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയന്തിക്ക് ചെറിയ ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചതിന് ശേഷം നമ്മുടെ അലീനയാണെങ്കിൽ നന്നായിട്ട് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ അലീനനെ പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ, കാരണം എല്ലാവർക്കും നമ്മുടെ അലീനയുടെ ആ ഒരു മനസ്സിൻ്റെ ശുദ്ധിയും ആ ഒരു കളങ്കമില്ലാത്ത മനസ്സും ആ ഒരു നന്മയും അതൊക്കെ തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ വൈജയന്തിക്ക് അവളെ പറഞ്ഞു വിടാൻ ഒട്ടും തന്നെ ആവുന്നില്ല കേട്ടോ. ഇതേ സമയത്ത് അവളുടെ ആ ഒരു നന്മയൊക്കെ കണ്ടിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവളെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങാനും കണക്കൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അലീന. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടി പറയാണ് വൈജയന്തി. സാധനങ്ങളെല്ലാം കഴിഞ്ഞല്ലോ, അപ്പോൾ നീ തന്നെ പോയി വാങ്ങിയിട്ട് വാ, ഇന്ന് ബാലേന്ദ്രനും താമസിച്ചേ വരുള്ളൂ, എനിക്കും ഇന്ന് ബാങ്കിലൊക്കെ പോയിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാകണേ, കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ അലീന ആ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങുന്നത് പുറത്തേക്കൊക്കെ. അപ്പോൾ അലീന പറയുന്നത് ഞാൻ പോയിക്കോളാം. അപ്പോൾ പറയുന്നുണ്ട് അവിടെ എവിടെയും കറങ്ങി തിരിഞ്ഞേക്കില്ല, മാർക്കറ്റിൽ പോയിട്ട് നേരെ വീട്ടിലേക്ക് വന്നോണം, പിന്നെ ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്തതിന് ശേഷമായിരിക്കണം പോകുന്നത് കേട്ടോ എന്നൊക്കെ പറയാൻ കേട്ടോ. ആ ശരി, അങ്ങനെ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ മുത്തശ്ശിയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണേ. അപ്പോൾ തുള്ളി ചാടിയായിരിക്കും കേട്ടോ അലീന ചെല്ലുന്നത്. ഉടനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തായിന്ന് ഇത്ര വലിയ സന്തോഷം? ഒന്നുമില്ല മുത്തശ്ശി, ഇന്നേ മാർക്കറ്റിൽ പോകാൻ എന്നോട് പറഞ്ഞു, അതും പൈസയൊക്കെ തന്നിട്ടേ എന്നോട് പറയാം മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാൻ, അപ്പോൾ പുറത്തേക്കൊക്കെ ഒന്ന് പോകാമല്ലോ, എത്ര നാളായി ഒന്ന് പോയിട്ട്, അതിൻ്റെ ഒരു സന്തോഷം അത്രേ ഉള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി പറഞ്ഞോ ഇപ്പം മുത്തശ്ശിയുടെ കാലിലൊക്കെ അത്യാവശ്യം ഭേദമായില്ലേ, ബാ നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം, മുത്തശ്ശി ഓട്ടോയിൽ വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ സാധനങ്ങൾ വാങ്ങിയിട്ട് വരുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഞാനില്ലടി, ഇന്ന് ഞാനില്ല, പിന്നെ ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് പോകാം, ഇന്ന് നീ പോയിട്ട് വാ എന്നൊക്കെ പറയാനിട്ടോ. സൂക്ഷിച്ചു പോണേ എന്നൊക്കെ പറഞ്ഞായിരിക്കും മുത്തശ്ശിയും വിടുന്നത് കേട്ടോ. അങ്ങനെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ അലീനയാണെങ്കിൽ മാർക്കറ്റിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ മാർക്കറ്റിലേക്ക് ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ബൈക്കിൽ ഒരു സ്ത്രീയും അതുപോലെ തന്നെ പുറകിൽ ഒരു കുട്ടിയും കൂടി ഇരിപ്പുണ്ടായിരിക്കേ. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ അലീനെ നോക്കി ചിരിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ പോകുന്നത്, ടാറ്റയൊക്കെ കൊടുത്തു പോവാണ്. അപ്പോൾ ആ നിഷ്കളങ്കമായ മുഖം കണ്ടിട്ട് അലീനയും ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടാറ്റയൊക്കെ കൊടുക്കാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ആ വണ്ടി ഓവർടേക്ക് ചെയ്തങ്ങ് പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് അലീന മാർക്കറ്റിൻ്റെ അവിടെ ചെല്ലുമ്പോഴായിരിക്കും അവിടെ ഒരു സ്കൂട്ടി മറിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ആ സ്ത്രീ ആണെങ്കിൽ ആക്സിഡൻറ്റ് പറ്റി അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ചുറ്റും കുറേ ആളുകൾ നിന്നിങ്ങനെ നോക്കുന്നുണ്ട്, കുറച്ച് പേര് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ഓടി ചെല്ലുകയാണ്, ഇതെന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കണേ, ഈ ചേച്ചി ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാരെങ്കിലും, മോളെ വെറുതെ എന്തിനാ തലവേദന വലിച്ചു വെക്കുന്നത്, ഈ കുട്ടി മരിക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അത് മതി, ഇതേ കണ്ടിട്ട് മരിച്ച ലക്ഷണം, ഇപ്പോൾ പോലീസുകാരെ വിളിച്ചിട്ടുണ്ട്, അവരിപ്പോൾ വരും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ചേട്ടാ, ജീവൻ നിലനിർത്തണ്ടേ, നമുക്ക് പറയാൻ പറ്റുമോ, ചിലപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ ജീവൻ നിലനിൽക്കില്ലേ എന്നൊക്കെ പറയണേ. ഈ ചേച്ചിയുടെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, അതിനെ കണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ മാറി നിന്ന് കരയാണ് കേട്ടോ. അപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് നമ്മുടെ അലീന, അങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്, അങ്ങനെ പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ പറയാൻ കേട്ടോ. ഇതേ സമയത്ത് ആരും തന്നെ അതൊന്നും കൂട്ടാക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഒരു വണ്ടി വിളിച്ച് അലീന അവരെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് എല്ലാവരും ഫോണിലൊക്കെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ ഒരു പയ്യനാണെങ്കിൽ ഇത് ലൈവ് വിടുകയാണ് കേട്ടോ. അങ്ങനെ ലോകം മൊത്തം തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ നമ്മുടെ അലീനയ്ക്ക് അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരിക്കുമേ. ഇതേ സമയത്ത് ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ആക്സിഡൻറ്റ് സംഭവിച്ച ആ സ്ത്രീയാണെങ്കിൽ നമ്മുടെ MP-യുടെ മോളായിരിക്കും കേട്ടോ, മോളും ചെറുമകളും ആയിരിക്കുമേ. അതുകൊണ്ട് തന്നെ പോലീസുകാരും എല്ലാവരും തന്നെ ഇടപെട്ട ഒരു കേസായിരിക്കും കേട്ടോ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രനും അതുപോലെ തന്നെ വൈജയന്തിയും ഒക്കെ സോഷ്യൽ മീഡിയ വഴി അറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയാണെങ്കിൽ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. വന്ന ശേഷം വൈജയന്തിയും അതുപോലെ തന്നെ ബാലചന്ദ്രനൊക്കെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അലീന ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. താൻ ചെയ്ത പ്രവൃത്തി ലോകം മുഴുവൻ കണ്ടുവെന്നും എല്ലാവരും തന്നെ അംഗീകരിക്കുകയാണെന്നും ഒന്നും അലീന അറിയണില്ല. അവളുടെ കയ്യിൽ ഫോണില്ലാത്തതുകൊണ്ട് തന്നെ ഇതൊന്നും അറിയണില്ല കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ വൈജയന്തി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ ഇത്ര വലിയ ഇത്, നീ ഓർഫനേജ് വളർന്നുകൊണ്ടാണ് ഇത്ര ദാനശീലയും ഇത്ര വലിയ സൽസ്വഭാവിയായത്, ഇനിയിപ്പോൾ ഇനി അതിൻ്റെ പുറകിൽ ഇനി എന്തൊക്കെ കേസുകളായിരിക്കും, ആ നാട്ടുകാർ മുഴുവൻ അവിടെ നോക്കി നിൽക്കുമ്പോൾ നീ മാത്രമാണല്ലോ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി നടന്നത്, അവർ ചത്താലും ജീവിച്ചാലും നിനക്കെന്താ, ഇനി അതിൻ്റെ പിന്നാലെ ഓരോരുത്തരും ഈ വീടുമുറ്റം കയറി ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. ഇനി എന്തെങ്കിലും പോലീസോ കേസോ ഒക്കെ ആകുകയാണെങ്കിൽ നീ അതിൻ്റെ പിന്നാലെ പൊയ്ക്കോണം, പിന്നെ ഈ വഴിക്ക് വന്നേക്കരുത്. എന്താ മേഡം ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാനൊരു പുണ്യപ്രവൃത്തിയല്ലേ ചെയ്തത്, ഒരു മനുഷ്യൻ്റെ ജീവനല്ലേ, ആ ജീവന് ഒരു വിലയില്ലേ,
ജീവന് വിലയും മനുഷ്യനൊക്കെ ആയിരിക്കാം, പക്ഷെ നീ ഇപ്പോൾ താമസിക്കുന്ന ഈ വീട്ടിലല്ലേ, അപ്പോൾ ഈ വീട്ടിലേക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് പോലീസുകാരും മറ്റൊന്നും കയറി ഇറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നീയല്ലേ അതിൻ്റെ എല്ലാം ദൃക്സാക്ഷിയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയതുമൊക്കെ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, പോലീസുകാരെങ്ങാനും വന്നാൽ പിന്നെ നീ ഇവിടുന്ന് പടി ഇറങ്ങിക്കോണം എന്നൊക്കെ പറയാൻ കേട്ടോ. അതേ സമയത്ത് ബാലചന്ദ്രനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ വന്നപാടെ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, നീ അറിഞ്ഞോ കാര്യങ്ങളൊക്കെ? പിന്നെ അറിയാതെ പിന്നെ ഇപ്പം ലോകം മുഴുവൻ ഇവളെക്കുറിച്ചല്ലേ ചർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ബാലചന്ദ്രൻ ശകാരിച്ചൊന്നുമില്ല കേട്ടോ. ബാലചന്ദ്രൻ അതൊരു നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നതും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലിനോട് പറയുന്നുണ്ട്, മോള് ചെയ്ത് നല്ലൊരു കാര്യം തന്നെയാണ്, അതിൽ ഇത്ര തെറ്റ് പറയാനൊന്നും ഇല്ല, വൈജയന്തി പറഞ്ഞ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ആശ്വാസ വാക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ അലീനയ്ക്ക് ചെറിയൊരു ആശ്വാസം ആകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇവരുടെ ഈ ബഹളവും ഒച്ചപ്പാടും ഒക്കെ കണ്ടു കഴിയുമ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, എന്താ വൈജയന്തി, എന്താ ഇവിടെ പ്രശ്നം? അപ്പം വൈജയന്തി നടന്ന സംഭവങ്ങളൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട്, ആണോ മോളെ, സത്യമാണോ? ആ മുത്തശ്ശി സത്യമാണ്. ഓ എൻ്റെ മോളെ, നീ എൻ്റെ കൊച്ചുമകളായിട്ട് വന്നിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിച്ചു പോകുക. എന്തായാലും നീ ഒരു ജീവനല്ലേ രക്ഷിച്ചത്, അതിൻ്റെ പുണ്യം നിനക്ക് എന്നും കിട്ടും, എന്നും ഉണ്ടാകും എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അലീന പറയുന്നത്, പക്ഷേ മുത്തശ്ശിയുടെ മോള് പറഞ്ഞത് കേട്ടോ, ഞാൻ ചെയ്യരുതായിരുന്നു എന്നായിരുന്നു പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ അങ്ങനെയൊക്കെ പറയാം, അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട, നീ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഇന്നൊരു ഉപകാരം ആർക്കെങ്കിലും ചെയ്ത നാളെ അത് പല രൂപത്തിൽ നമുക്ക് വന്നു ചേരും എന്നാണ് പറയുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അവിടേക്ക് ഒരു പോലീസ് ജീപ്പ്, 2-3 പോലീസ് ജീപ്പുകളൊക്കെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വൈജയന്തി പറഞ്ഞിട്ട്, കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ദേ പോലീസുകാർ വീട്ടുമുറ്റത്തെത്തി, നോക്കിയേ ഇത് എത്ര വണ്ടികളാണ്, ഇത് എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അലീനനെ നോക്കുന്നുണ്ട്. രൂക്ഷത്തോടെ ദേഷ്യഭാവത്തോടെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ച് നിൽക്കുകയാണ്. ഈ സമയത്തായിരിക്കും പോലീസുകാർ വന്നിട്ട്, ഈ വീട്ടിലാണോ അലീന എന്ന് പറഞ്ഞ പെൺകുട്ടി താമസിക്കുന്നത്? അപ്പോൾ ഇത് ബാലചന്ദ്രൻ സാറിൻ്റെ വീടായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ അലീന സാറിൻ്റെ മകളാണോ? അല്ലല്ല, ഇവിടുത്തെ സെർവൻ്റാ. ഓ സെർവൻ്റ് ആണോ, ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അലീനൊന്ന് വിളിക്കുമോ എന്ന് പറഞ്ഞിട്ട് അലീനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മോളെക്കുറിച്ച് സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഇപ്പോഴത്തെ യുവാക്കൾ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടാനിരിക്കുകയാണല്ലോ. ഇപ്പോൾ മോളാണ് ഇനി 2-3 ദിവസത്തെ എല്ലാവരുടെയും റോൾ മോഡൽ. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം അത്രയും പേര് നോക്കി നിൽക്കെ മോള് മാത്രമാണ് ആ സ്ത്രീയെ രക്ഷിക്കാൻ ഒക്കെ ഒരു ഇത് കാണിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പ്രശംസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മോളെ കാണാൻ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ഗസ്റ്റോ? എന്നെ കാണാനോ? ആര്? അത് വഴിയെ മോൾക്ക് മനസ്സിലായിക്കോളും എന്ന് പറയാൻ കേട്ടോ. അപ്പോഴായിരിക്കും MP കാറ് വന്ന് നിൽക്കുന്നത്. ഇത് MP അല്ലേ? അതെ MP തന്നെ. മോള് രക്ഷിച്ചത് ആരെയാണെന്നറിയോ? MP മകളെയും കൊച്ചുമകളെയും. അപ്പോൾ പിന്നെ MP നേരിട്ട് വന്ന് അഭിനന്ദിക്കാതിരിക്കൂ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് വൈജയന്തിക്ക് അത്ര ദഹിക്കുന്നൊന്നുമില്ല. അപ്പോൾ ബാലചന്ദ്രനും മുത്തശ്ശിക്കും അലീനയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമാകുകയാണ്. അവരൊക്കെ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ MP കാറ് വന്ന് നിൽക്കുമ്പോൾ MP വന്നിട്ട് നമ്മുടെ അലീനനെ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞത്. അങ്ങനെ വളരെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.